ബിനീഷ്, ഇതിൻ്റെ മറ്റ് മേഖലകളിലേക്ക് കൂടി പോയാൽ നേരത്തെ പറഞ്ഞ പോലെ ടീം കൊൽക്കത്തയും ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സും ഇവിടെ ഈ കൊൽക്കത്തയുടെ മുന്നേറ്റവും ഒപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധവും തമ്മിലുള്ള ഒരു പോരാട്ടമായി ഇതിനെ കണ്ടാൽ എങ്ങനെയാവും മത്സരം പുരോഗമിക്കുക? പ്രത്യേകിച്ച് ഈ വൺ ടച്ച് പാസുകളിലൂടെ പ്രതിരോധത്തെയൊക്കെ വളരെ ഈസിയായി ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം അവർക്കുണ്ട്. ഡ്രിബിളിങ്ങിനേക്കാൾ കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെയൊക്കെയാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ കാണുമ്പോൾ ബിനീഷ്, സാധാരണഗതിയിൽ നമ്മൾ കാണാം സ്പാനിഷ് ടീമുകൾ ഈ അടുത്ത കാലഘട്ടത്തിലായി കളിച്ചു വരുന്നത് വൺ ടച്ച് ഫുട്ബോളാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നത് സ്പാനിഷ് ടീമുകൾ, സ്പാനിഷ് കോച്ച് കൂടി ആയതുകൊണ്ട് അവർ വൺ ടച്ച് ഫുട്ബോളിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് അവർ. അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രാറ്റജിക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ സാധിക്കും. ഇൻഡിവിജ്വൽ പെർഫോമൻസിനെക്കാട്ടിയും സ്ട്രാറ്റജിക്കാണ് കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത്. ആ ഒരു സ്ട്രാറ്റജിക്കൽ ഫുട്ബോൾ കളിക്കുമ്പോൾ എതിർ ടീമിനെ ബീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ടീമിലെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയുള്ള പ്ലെയേഴ്സ് വേണമെന്നില്ല മറ്റൊരു മികച്ച ഡിഫൻസിനെ പൊളിക്കാൻ. പലപ്പോഴും നമ്മൾ കഴിഞ്ഞ മാച്ചിൽ പോലും ശ്രദ്ധിച്ചതാണ്, നമ്മുടെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത 9 പുതിയ പ്ലെയേഴ്സുമായിട്ടാണ് രണ്ടാം ലെഗ് സെമി ഫൈനലിന് ഇറങ്ങിയത്. അത് വളരെ ശ്രദ്ധേയകരമായ കാര്യമാണ്. പക്ഷേ ആ 9 പേരെ പുതുതായി കളത്തിൽ ഇറക്കിയപ്പോഴും ആ ടീം അന്നത്തെ മാച്ചിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഫ് സൈഡ് ട്രാപ്പ്, അതായത് നമ്മുടെ മുംബൈ ടീമിനെ ഓഫ് സൈഡ് ട്രാപ്പിലൂടെ പല പ്രാവശ്യം വീഴ്ത്തുന്നത് കണ്ടിരുന്നു. 8-9 പ്രാവശ്യം ഓഫ് സൈഡ് ട്രാപ്പിലൂടെ ആ പുതിയ താരങ്ങൾ 9 താരങ്ങളെ അടുത്ത മാച്ചിൽ ഇറക്കുമ്പോൾ ആ പുതിയ താരങ്ങൾ ആ സിസ്റ്റമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം നല്ല രീതിയിലുള്ള ഒരു തന്ത്രപരമായ കോച്ചിങ് സ്റ്റാറ്റിക്സും ആ ടീമിനും ലഭിക്കുന്നുണ്ട്. സ്റ്റീവ് കോപ്പൽ നമ്മുടെ തന്ത്രത്തിൻ്റെ ആശാനാണെങ്കിൽ പോലും ആ ടീമിനും ഇതേ രീതികൾ ലഭിക്കുന്നുണ്ട്. ഈവൻ അവർ ഈ ഡിഫെൻസീവ് സോണിലും ഡിഫെൻസീവ് തേർഡിൽ പോലും വൺ ടച്ച് കളിക്കുന്നു. വൺ ടച്ച് കളിക്കുക, ബോൾ പൊസിഷൻ കൂടുതൽ കൈവശം വെക്കുക. ബോൾ പൊസിഷൻ കൂടുതൽ കൈവശം വെച്ചാൽ തന്നെ എതിർ ടീമിൻ്റെ മാനസിക നില അല്ലെങ്കിൽ മാനസികമായിട്ട് അവരെ ഒരു പരിധി വരെ തളർത്താൻ പറ്റും. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു ഗ്രൗണ്ടിൽ ബോൾ കിട്ടാതെ വെറുതെ അലയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും, അല്ലെങ്കിൽ ഒരു കളിക്കാരന് വളരെയധികം മടുപ്പ് തരും. അത് തന്നെയാണ് ഒരു തരത്തിലുള്ള അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ തന്ത്രവും. 1 ടച്ച് 2 ടച്ച് പാസ് കൊടുക്കുക, ഏറ്റവും കൂടുതൽ സമയം തങ്ങളുടെ കൈകളിൽ ബോൾ വെക്കുക, എതിർ ടീമിനെ മനസ്സ് മടുപ്പിക്കുക, ഈ 1 ടച്ചിലൂടെ വാൾ പാസ് കളിച്ച് ഡിഫൻസിനെ പൊളിക്കുക, ഒരു വശത്തു നിന്ന് അടുത്ത വശത്തിലേക്ക് പെട്ടെന്ന് ബോൾ എത്തിക്കുക. അതാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ ഒരു തന്ത്രം. പക്ഷെ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്കാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അത് ഒരു പക്ഷേ നമ്മൾ ഈ 4-4-2 ഇംഗ്ലീഷ് ശൈലി, അതായത് സ്റ്റീവ് കോപ്പലിൻ്റെ ശൈലി 4-4-2 കൗണ്ടർ അറ്റാക്കിംഗ്, കാരണം അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ ടീമിൻ്റെ കപ്പാസിറ്റി അതാണ്, അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരും ഒട്ടും മോശം കളിക്കാരല്ല, പക്ഷെ ആ പ്ലെയേഴ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓരോ താരത്തിന് ഓരോ സ്ഥലത്ത് കളിക്കുമ്പോൾ ആ ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്കിംഗ് ആണ് നമ്മുടെ ടീമിന് ഏറ്റവും മികച്ചു നിൽക്കാൻ നമുക്ക് കിട്ടിയ താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൗണ്ടർ അറ്റാക്കിംഗ് ആണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റീവ് കോപ്പൽ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ മുന്നോട്ട് നീക്കാൻ നോക്കുന്നു. അതുകൊണ്ട് തന്നെ ബെൽഫോർട്ടിനായാലും നാസോണിനായാലും CK വിനീതിനായാലും ഒറ്റയ്ക്കാണ് അവസാന അറ്റാക്കിംഗ് തേർഡിൽ അഥവാ ITKയുടെ ഡിഫെൻസീവ് തേർഡിലെത്തുമ്പോൾ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, അതായത് ഡ്രിബിളിങ്ങിലൂടെയോ അല്ലെങ്കിൽ 2 പ്ലെയേഴ്സിനെ ഡ്രിബിൾ ചെയ്ത് കടന്നോ അല്ലെങ്കിൽ പോസ്റ്റിലേക്ക് ടാർഗറ്റിലേക്ക് ഷൂട്ട് ചെയ്യോ അങ്ങനെയാണ് ഗോൾ കണ്ടെത്തുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത പാസിങ്ങിലൂടെ എതിർ ടീമിനെ തകർക്കുന്നു. അതാണ് ഈ ടീം തമ്മിൽ രണ്ടും ഉള്ള ഒരു വ്യത്യാസം. പിന്നെ ഈ ചോദ്യത്തിന് അല്ലാതെ ഒരു ഉത്തരം കൂടി ഞാൻ പറയാം. നേരത്തെ ഉഴവൂർ വിജയൻ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ പ്രഫുൽ പട്ടേൽ വരുന്നുണ്ട്, അദ്ദേഹത്തിനോട് സാറ് കേൾക്കുന്നുണ്ടാവും, അദ്ദേഹത്തിനോട് കാര്യമായിട്ട് തന്നെ ഇത് സൂചിപ്പിക്കണം. കാരണം നമ്മുടെ കേരള ഫുട്ബോൾ കാണികളുടെ ഇടയിൽ മനസ്സിൽ ഇത്രയും ഫുട്ബോൾ കെട്ടിക്കിടക്കുകയായിരുന്നു. ഇത് തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട്. കേരളത്തിലെ ആൾക്കാർക്ക് ഫുട്ബോൾ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് കേരളത്തിലേക്ക് ഒരു ഫൈനൽ കൊണ്ടുവരാനും അവിടെ ഒരു ഇത്രയും കാണികളെ കൊണ്ടുവരാനും അവസാനം വേണ്ടി വന്നത് ഫുട്ബോൾ ഡെവലപ്മെന്റ് സ്പോർട്സ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനത്തിന്റെ അഥവാ ചെയർപേഴ്സണായ ശ്രീമതി നീത അംബാനി തന്നെ വേണ്ടി വന്നു. പക്ഷേ ഇനി അത് പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ഫുട്ബോൾ പ്രേമികളുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടതാണ്. പല സന്തോഷ് ട്രോഫികളും കേരളത്തിൽ നടന്നപ്പോൾ സ്റ്റേഡിയത്തിന്റെ അകത്ത് ആൾക്കാർക്ക് പ്രവേശിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയ കാലഘട്ടമുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കണം.
താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫുട്ബോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ആൾ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിനെ ബോധിപ്പിക്കുകയും ഈ നാട്ടിൽ ഇത്രയും ഫുട്ബോളിന് പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം ബംഗാളും കേരളവും ഈ 3 സംസ്ഥാനങ്ങളും ഫുട്ബോളിൽ അത്ര ജീവൻ തന്നെ നൽകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് എന്താണ്, നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങൾ, അതായത് ഏറ്റവും നമ്മുടെ സമ്പന്നരല്ലെങ്കിൽ പോലും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ സമ്പന്ന രീതിയിലാണെങ്കിലും നമ്മുടെ അത്രയും സമ്പന്നരല്ലെങ്കിൽ പോലും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള കളിക്കാരാണ് ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും മികച്ച നിൽക്കുന്നത്. ഒരുപക്ഷെ ഞാൻ രഞ്ജിത്ത് ഇരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിലെ ഒരു ടീം, അത് ഒരുപക്ഷെ മേഘാലയ ആയാലും ശരി, മിസോറാം ആയാലും ശരി, മണിപ്പൂർ ആയാലും ശരി, ഈ വക ടീമുകളെയൊക്കെ നമുക്ക് പരാജയപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കേരളം ആ ടീമുകളെ നേരിടുമ്പോൾ വളരെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടാണ് നേരിടുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് ഫുട്ബോളിൽ ഇനിയും വളരെ മികച്ച ഭാവിയുണ്ട്. അതിലെ ഓരോ കളിക്കാരൻ്റെയും ഉള്ളിലുള്ള കളികൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം, അവർക്ക് കളി പ്രദർശിപ്പിക്കണമെങ്കിൽ ഇവിടെ ടൂർണമെൻറ്റുകൾ വരണം. ആ ടൂർണമെൻറ്റുകൾ വരാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായും ശ്രീ ഉഴവൂർ വിജയൻ, പ്രഫുൽ പട്ടേലിനെ കാണുമ്പോൾ താങ്കൾ ഇക്കാര്യങ്ങളൊക്കെ സമഗ്രമായി ചോദിക്കുമോ, സൂചിപ്പിക്കുമോ എന്നായിരുന്നു ബിനീഷ് ചോദിച്ചത്. മറുപടി? അദ്ദേഹത്തെ കാണുമ്പോൾ പ്രത്യേകിച്ചും ഈ കളി കഴിഞ്ഞാൽ സമയം കൂടുതൽ കിട്ടും, അദ്ദേഹം നാളെ പോവുകയുള്ളൂ. ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന്, ഈ കൈരളി ടി വിയിലെ ചർച്ചയിൽ നിന്ന് എനിക്ക് കുറേ കൂടി ആവേശം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തോട് പറയുക മാത്രമല്ല, കടലാസിൽ അത് രേഖപ്പെടുത്തി അത് DTP എടുത്ത് ഇന്ന കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിന് മുൻകൈ എടുക്കണം എന്ന് അദ്ദേഹത്തോട് പറയുകയും, അതുപോലെ ക്രിക്കറ്റിൻ്റെയും നേതൃത്വത്തിൽ ശരത് പവാർ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോടും ഈ കാര്യത്തെക്കുറിച്ച് പ്രഫുൽ പട്ടേലിനോട് പ്രത്യേകം പറയണം. നമുക്ക് കേരളത്തിലെ ആളുകൾക്ക് ഫുട്ബോളിനോടാണ് കൂടുതൽ താല്പര്യം, എന്നാൽ ക്രിക്കറ്റിൻ്റെ കാര്യത്തിലും മോശമല്ല. അതുകൊണ്ട് തീർച്ചയായും ഈ 2 നേതാക്കന്മാരോടും അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, 2 പേരും MP-മാരാണ്, മുൻ മന്ത്രിമാരാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാ രംഗത്തും സ്വാധീനം ചെലുത്താൻ പറ്റുന്നവരുമാണ്. അതുകൊണ്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രതിനിധികളുമൊക്കെയായി ചർച്ച ചെയ്ത്, കേരള ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത്, മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നതിന്, അതുപോലെ സ്പോർട്സിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായും ഒക്കെ ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും. അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം. അതിനിപ്പോൾ ഇന്നോ നാളെയോ കഴിഞ്ഞില്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണം. അങ്ങനെ കേരളത്തിന് ഒരു പ്രഥമ പരിഗണന ഫുട്ബോളിന് വേണ്ടി. ഇവിടുത്തെ ഈ ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ എന്തൊരു ഉത്സവമാണ്, അവരെല്ലാം മറന്നിരിക്കുകയാണ്. ഇതുപോലെ ഒരു എല്ലാം മറന്നുള്ള ഒരാവേശം ഇതിനു മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും കേരളത്തെ ഈ കാര്യത്തിൽ പ്രത്യേകമായി പരിഗണിക്കണം, സ്പോർട്സിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രേക്ഷകർക്കും അതുപോലെ കായിക പ്രേമികൾക്കും ഫുട്ബോൾ പ്രേമികൾക്കും ഒക്കെ വാഗ്ദാനം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കലാശ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വിജയ പ്രതീക്ഷയോടെയാണ് മലയാളി താരം റെനോ ആന്റോയുടെ കുടുംബം കാത്തിരിക്കുന്നത്. ചരിത്ര നിമിഷത്തിൽ പങ്കാളിയാവാൻ റെനോയും കളത്തിലിറങ്ങിയാൽ തൃശൂർ ഒല്ലൂക്കര ഗ്രാമത്തിന്റെ ആഹ്ലാദം 10 മടങ്ങാവും. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ റിനോ ആന്റോ അഭിമാനമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ ഒല്ലൂക്കര ഗ്രാമം. നാട്ടുകാരുടെ ആഹ്ലാദത്തിനും ആവേശത്തിനുമപ്പുറം പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും സമ്മർദ്ദത്തിലാണ് റിനോയുടെ കുടുംബം. പ്രതിരോധ നിരയെ മുൻനിർത്തി കരുത്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിനാവുമെന്നാണ് റിനോയുടെ അച്ഛൻ ആന്റോയുടെ പ്രതീക്ഷ. CK വിനീതിനെ ഏതു തരത്തിൽ വിനിയോഗിക്കുന്നു എന്നതും കളിയിൽ നിർണായകമാവും. വിനീത് നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ആണ്, അത് അറിയണവർക്ക് അറിയുള്ളൂ. അതിപ്പോ ഒരു കാസറ്റിൽ കൂടെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ കാണുന്നതോ അല്ല. ചരിത്ര നിമിഷത്തിൽ റിനോയും പങ്കാളിയായാൽ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാകും. ഇറങ്ങിയാൽ നന്നായിട്ട് കളിക്കാൻ പറയാറുണ്ട്. ഇറങ്ങുന്ന ദിവസങ്ങൾ നന്നായി കളിക്ക്, ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ടീം ജയിക്കട്ടെ എന്ന് പറയും. ഞാൻ ജയിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. AFC കപ്പിലെ നഷ്ടത്തിന്റെ പേരിൽ ഏറെ വിഷമിച്ചെങ്കിലും ISL ഫൈനലിൽ കളിക്കാനായാൽ അതിന്റെ വാശി പുറത്തെടുക്കാൻ റിനോ സജ്ജനാണെന്ന സഹോദരൻ ജോസഫ് ആന്റോ പറയുന്നു. കളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ ടീമൊക്കെ സെറ്റായി. അപ്പോൾ കളിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടാവും ആർക്കായാലും. നാളത്തെ കളി കളിക്കാൻ പറ്റിയ ചേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്.
ഉച്ചയ്ക്ക് ടീം മീറ്റിംഗിന് ശേഷമേ റിനോ കളത്തിനിറങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സുദേശ്, ഈ റിനോയുടെ കാര്യത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഹൊസൂവിന്റെ അസാന്നിധ്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രദീപ് ചൗധരി ആണല്ലോ, അദ്ദേഹത്തിനാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള താരം കൂടിയാണ്. ആ നിലയ്ക്ക് പ്രദീപിനെ ഇറക്കാനാണോ സാധ്യത, അതോ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് മലയാളത്തുമുള്ള ഒരു ഫൈനൽ എന്ന നിലയ്ക്ക് റിനോയ്ക്ക് കൂടെ അവസരം കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് നമ്മൾ സ്വാഭാവികമായി കാണുന്നത് റിനോ ആൻഡോയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കൂടുതലായി കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ റിനോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് റിനോ ആൻഡോ. അദ്ദേഹം ബാംഗ്ലൂർ FC-ക്ക് വേണ്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രതിരോധത്തിലാണ് ഹൊസൂവിനെ നഷ്ടപ്പെടുന്നത് എന്നുകൊണ്ട് തന്നെ ആ ഒരു നിരയിലേക്ക് റിനോയെ കൊണ്ടുവരാനായിരിക്കും കോപ്പലിന് താല്പര്യം. റിനോ ഒരു മലയാളി താരമാണ് എന്നുള്ളൊരു പരിഗണന കൂടി ഇന്നുണ്ടാവും. എന്നാൽ പ്രദീപ് ചൗധരിയുടെ ഒരു സാധ്യത എന്തെന്ന് വെച്ചാൽ, പ്രദീപ് ചൗധരി കുറേ കൂടെ 1-2 മത്സരങ്ങളിൽ ഇറങ്ങിയെങ്കിലും ചെറിയ അത്രത്തോളം പക്വത കാണിച്ചില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും അദ്ദേഹം നല്ല മിടുക്കനായ ഒരു താരം തന്നെയാണ്. ഇത്തവണ സ്ഥിരമായി കളിപ്പിക്കുമെന്ന് നിശ്ചയിച്ചിരുന്ന ഒരു താരമാണ്. എന്നാൽ പോലും 2-3 കളികളിൽ അദ്ദേഹത്തിന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തിരിച്ചടിയാണ്. ഇന്നത്തെ സ്ട്രാറ്റജി നമ്മൾ പരിശോധിക്കുന്നതാണ് റിനോ ആൻഡോയുടെ സാധ്യത. ഇന്ന് സ്വാഭാവികമായും പോസ്റ്റിഗയെ പോലുള്ള ഒരു താരത്തെ മാർക്ക് ചെയ്യാൻ ഹെങ്വർത്തിനെയോ ഹ്യൂസിനെയോ നിയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അവർക്ക് നേരത്തെ കളികളിലെ പോലെ മുന്നോട്ട് കയറി കളിക്കാനുള്ളൊരു സാധ്യത കുറവായിരിക്കും. ഒപ്പം തന്നെ ഇടത് വിങ്ങിൽ നമ്മൾ ഡൽഹിക്കെതിരായ മത്സരത്തിൽ കണ്ടതാണ്, മാഴ്സലോനെ തടയാൻ വേണ്ടിയാണ് ഹൊസു ഏറ്റവും ബുദ്ധിമുട്ടിയത്. പിന്നീട് കാദിയോ വന്നപ്പോൾ കാദിയോയ്ക്കും ആ ജോലി തന്നെ നിർവഹിക്കേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്ന് അതേ സ്ഥാനത്ത് സമീക് ദൗത്തി എന്ന പ്ലെയർ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇടത് വിങ്ങിൽ കളിക്കുന്ന നമ്മുടെ പ്രതിരോധ താരത്തിനും പിടിപ്പത് പണി തന്നെ ഉണ്ടാകും. അപ്പോൾ 2 പേർ ആ നിലയ്ക്ക് തന്നെ നഷ്ടപ്പെടുന്നു. ഒപ്പം തന്നെ ഹ്യൂമുണ്ട്. ഹ്യൂമിനൊപ്പം തന്നെ ലാറ എന്ന താരത്തെ പൂട്ടേണ്ടതുണ്ട്. ഇത്തരം അവസരത്തിൽ ഹ്യൂമിന് വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ശൈലിയാണ് മൊളീന കഴിഞ്ഞ കളികളിലെല്ലാം പിന്തുടരുന്നത്. ഏത് വിങ്ങും മാറി കളിക്കാനും മധ്യനിരയിലേക്ക് ഇറങ്ങാനും എല്ലാം ഹ്യൂമിന് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഹ്യൂമിനെ പൂട്ടുക എന്നുള്ള എളുപ്പമല്ല. ലാറയെ പൂട്ടേണ്ടി വരുന്നു. ഒപ്പം തന്നെ പോസ്റ്റിഗയെ മാർക്ക് ചെയ്യാൻ സ്ഥിരമായ ഒരു കളിക്കാരനെ നിയോഗിക്കേണ്ടി വരുന്നു. ഒപ്പം തന്നെ സമീക് ദൗത്യയെ ഇടത് വിങ് ബാക്കിനെ നിയന്ത്രിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് പിടിപ്പത് പണിയുണ്ടാകുന്ന അവസരമായിരിക്കും. അതിനനുസരിച്ച് ഒരു തന്ത്രമായിരിക്കും കോപ്പൽ നമ്മളെക്കാൾ നന്നായി തന്നെ ഈ കളി വളരെ ഗഹനമായി തന്നെ അദ്ദേഹം ഈ കൊൽക്കത്തയുടെ കളിയെക്കുറിച്ച് മനസ്സിലാക്കി കാണും. എന്നാൽ ഇന്ന് പതിവ് പോലെ പിൻനിരയിൽ നിന്നും കയറി കളിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ പ്രതിരോധ നിരക്കാർക്ക് ഉണ്ടാകില്ല. ആ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് മേത്താബ് ഹുസൈനും അസ്രഖ് മെഹമ്മത്തും ഇന്ന് എങ്ങനെ കളിക്കും. കഴിഞ്ഞ കളിയിൽ മലൂദയെ ഡൽഹിക്കെതിരായ മത്സരത്തിൽ നാട്ടിൽ വെച്ച് മലൂദയെ പൂട്ടിയ പോലെ ഇവർക്ക് നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ കളി മുടക്കുക, കൊൽക്കത്തയുടെ കളി മുടക്കാൻ എത്രത്തോളം മേത്താബ് ഹുസൈനും മെഹമ്മത്തിനും സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നിർണായകമാകാൻ പോകുന്നത്. അങ്ങനെ കളി മുടക്കിയാൽ മാത്രമാണ് ഹ്യൂസിനും ഒപ്പം തന്നെ ഹെങ്വർത്തിനും ജിങ്കനും മറ്റും ഇന്നത്തെ മത്സരത്തിൽ തങ്ങളുടെ പ്രതിരോധം ഭദ്രമായി കാക്കാൻ സാധിക്കുകയുള്ളൂ. കൊൽക്കത്തയ്ക്ക് ഒന്നിച്ച് ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ലാറയുടെ നേതൃത്വത്തിൽ അവർ കയറി വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വിനീഷ് പറഞ്ഞതുപോലെ കുറിയ പാസുകളിലൂടെ കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് വലിയൊരു ഭീഷണിയാകും. അതിന് അവസരം കൊടുക്കാതെ മധ്യനിരയിൽ തന്നെ ലാറയുടെ കാലിൽ പന്ത് കിട്ടുമ്പോൾ തന്നെ കളി മുടക്കുക, ലാറയുടെ കാലിൽ നിന്നും പന്ത് മറ്റൊരു താരത്തിന് എത്തിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം തന്ത്രം. ഇവിടെ ഒരു കാര്യം നിർണായകമാണ്. നമ്മൾ കൗണ്ടർ അറ്റാക്കിങ്ങിലാണ് ശ്രദ്ധിക്കുന്നത്. നമുക്കത് മാത്രമേ സാധിക്കുകയുള്ളൂ. ആസൂത്രണം ചെയ്തുള്ള ഒരു മുന്നേറ്റം സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ അവസരത്തിൽ പ്രീതം കോട്ടാലും ഒപ്പം തന്നെ കീഗൻ പെരേര എന്ന് പറഞ്ഞ ഇന്ത്യൻ താരങ്ങളാണ് കൊൽക്കത്തയുടെ പ്രതിരോധത്തിലെ നിർണായക താരങ്ങൾ. അത് അത്രത്തോളം ശക്തമല്ല എന്നുള്ളത് വളരെ നിർണായകമാണ്. ദേബ്ജിത്ത് എന്ന ഗോൾ കീപ്പറെ നമ്മൾ ഒരിക്കലും കുറച്ച് കണ്ടുകൂടാ. ഈ ISL ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവ് കുറച്ച് കാണുന്നില്ല. എങ്കിൽ പോലും കൊൽക്കത്തയുടെ പ്രതിരോധം അല്പം വീക്കാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടെ ബെൽഫോർട്ടിനെയും നൊസോണയും പോലെ ഓവർലാപ്പ് ചെയ്ത് കയറുന്ന അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്ത് കയറുന്ന താരങ്ങൾക്കൊരു സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ സാധ്യത മുതലെടുക്കാൻ സാധിക്കുകയും പ്രതിരോധം കുറേ കൂടി ഭദ്രമാക്കി നേരത്തെ പറഞ്ഞതുപോലെ മേത്താബ് ഹുസൈനും അസ്രഖ് മെഹമ്മത്തും അവരുടെ കഴിവിൻ്റെ പരമാവധി ഉന്നതിയിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അതായിരിക്കും ഇന്ന് കേരളത്തിൻ്റെ കളിയിൽ നിർണായകമാകുന്നത്. ഒപ്പം തന്നെ മുന്നേറ്റത്തിൽ കിട്ടുന്ന കൗണ്ടർ അറ്റാക്കുകൾ ഗോളടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. കാണികൾ ആർത്ത് വിളിക്കുന്നത് പക്ഷേ വലിയൊരു ആവേശമായി തന്നെ ടീമിന് മാറ്റാൻ സാധിക്കണം. അല്ലാതെ അതിൻ്റെ ഒരു സമ്മർദ്ദം ഒരിക്കലും അവരെ പിടികൂടരുത്. എന്തുകൊണ്ടെന്നാൽ ഒരു ശരാശരി ടീം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
കാണികളുടെ ആവേശം ഒരു പോസിറ്റീവായി മാറുകയും ഒപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇന്നത്തെ കളിയിൽ കേരളത്തിന് വലിയൊരു സാധ്യത തന്നെയാണുള്ളത്. അതിലേറ്റവും കേരളം മുതലെടുക്കേണ്ട ഒന്ന് കൊൽക്കത്തയുടെ പ്രതിരോധം അത്രത്തോളം ഭദ്രമല്ല എന്നുള്ളൊരു ഘടകം കൂടി മുതലെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭേദപ്പെട്ട ഒരു ജയം തന്നെ കേരളത്തിന് സാധ്യമാകും. യെസ്, അതെ. ഹെൽഡർ പോസ്റ്റിക, ഇയാൻ ഹ്യൂം, പ്ലേ മേക്കർ സമീക് ദൗദി എന്നിവരെ പ്രതിരോധിച്ച് നിർത്തുന്നിടത്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാധ്യതകൾ ഒരു അളവോളം നിൽക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ 4-4-2 ഫോർമേഷനിൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുമ്പോൾ ഹ്യൂമിനെ ഫോർവേഡിലേക്ക് കൊണ്ടുവന്ന സ്ട്രൈക്കറാക്കി 4-2-3-1 ശൈലിയിൽ. ബിനീഷ്, ഇത് തന്നെ ആയിരിക്കില്ലേ അവരുടെ ശൈലി, അല്ലെങ്കിൽ കേളി ശൈലി? ബിനീഷ്, അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത സാധാരണയായി കളിച്ച് വരുന്നത് 4-2-3-1 ആണ്. 4-2-3-1 എന്ന് പറയുമ്പോൾ 4 ഡിഫൻഡേഴ്സിനെ നിർത്തിക്കൊണ്ട് അതിന് മുന്നിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, അതിന് മുന്നിൽ 3 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ്, പിന്നെ ഒരു ലോൺലി സ്ട്രൈക്കർ. ആ ലോൺലി സ്ട്രൈക്കറിൻ്റെ സ്ഥാനത്താണ് പോസ്റ്റിക കളിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇയാൻ ഹ്യൂം വരും, പിന്നെ ജാവി ലാറ വരും, സമീക് ഡ്യൂട്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ സിസ്റ്റം ഏറ്റവും മനോഹരമായിട്ട് ISL ഉപയോഗിച്ച ഒരു ടീമാണ് ATK. ആ സിസ്റ്റത്തിൽ, അതായത് 4-2-3-1 എന്ന സിസ്റ്റത്തിൽ നല്ല പ്രാവീണ്യം ആ ടീമിന് വന്നിരിക്കുന്നു. മറുപക്ഷത്ത് അത് കുറച്ച് അഗ്രസീവായ സിസ്റ്റം കൂടിയാണ്. അതിനകത്ത് ഒരു അഡ്വാൻറ്റേജും കൂടി കിട്ടുന്നത് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ അവിടെ ഇറക്കുന്നുണ്ട്. 4-2 എന്ന് പറയുന്നത് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അതിനകത്ത് ബോർഹ ഫെർണാണ്ടസ് ഡിഫൻസീവിലും മിടുക്കനാണ്, അതുപോലെ തന്നെ മുന്നോട്ട് കയറാനും മിടുക്കനാണ്. അദ്ദേഹം ഒരു പ്ലേ മേക്കറും കൂടിയാണ്. നല്ല പാസുകൾ നൽകാൻ കഴിവുള്ള താരമാണ്. ഇവിടെയൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാൻ സാധ്യത. നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കളിക്ക് മേഹ്താബ് ഹുസൈൻ മലൂദയെ വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് 2 മാച്ചിലും മാൻ ടു മാൻ മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഷാഡോ മാർക്കിംഗ്, നിഴല് പോലെ കൂടെ നിന്ന് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വിജയിച്ചു. ഒരു പരിധി വരെ നമ്മൾ വിജയിച്ചു. പക്ഷേ ഇന്ന് നമുക്ക് മാൻ ടു മാൻ മാർക്കിങ്ങിലൂടെ കളി വിജയിക്കാൻ സാധിക്കില്ല. കാരണം സമീക് ഡ്യൂട്ടിയെ നമ്മൾ മാൻ ടു മാൻ മാർക്ക് ചെയ്യണം, ജാവി ലാറയെ മാൻ ടു മാൻ മാർക്ക് ചെയ്യണം, ബോർഹ ഫെർണാണ്ടസിനെ മാൻ ടു മാൻ മാർക്ക് ചെയ്യണം, ഇയാൻ ഹ്യൂമിനെ മാൻ ടു മാൻ മാർക്ക് ചെയ്യണം. ഇവരെല്ലാം മാൻ ടു മാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോൾ കളിക്കും? അതുകൊണ്ട് മാൻ ടു മാൻ മാർക്കിംഗ് അല്ലെങ്കിൽ ഷാഡോ മാർക്കിംഗ് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് അത്ര വിജയം നേടാൻ സാധിക്കില്ല. നമ്മുടെ എന്താ പറയുക, ആശാനെ കളി പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ മാതിരി സ്റ്റീവ് കോപ്പലിനെ നമ്മളാരും കളി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇതിൻ്റെ അകത്ത് വളരെ തന്ത്രശാലയും കണ്ണിങ്ങുമായ കോച്ചാണ്. ഇതിനു വേണ്ട ഒരു ഗെയിം പ്ലാൻ അദ്ദേഹം എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. എങ്കിൽ പോലും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, സാധ്യതയുള്ള കാര്യങ്ങൾ. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ നമുക്കിന്ന് മാൻ ടു മാൻ മാർക്കിങ്ങിൻ്റെ ആവശ്യം വരില്ല. അല്ലാതെ നമ്മുടെ ശൈലിയിലുള്ള ഫുട്ബോൾ, അതായത് നമ്മുടെ ശൈലിയിലുള്ള ഫുട്ബോൾ എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സാധാരണയായി കളിക്കുന്നത് എതിർ ടീമിൻ്റെ മത്സരങ്ങൾ വാച്ച് ചെയ്യുക, കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ. നേരത്തെ സുദേശ് പറഞ്ഞ വളരെ നല്ല പോയിന്റ്സ് ആണ്. കാരണം നമ്മുടെ കീഗൻ പെരേരയായാലും പ്രീതം കോട്ടാലായാലും രണ്ടും ഇന്ത്യൻ 11ൽ കളിക്കുന്ന താരങ്ങളാണ്. കീഗൻ പെരേരയായിരിക്കും ഇന്ന് ഇടതുവശത്ത് വിങ് ബാക്കായി വരാൻ സാധ്യതയുള്ളത്. പക്ഷേ അവരെ സുഖമായിട്ട് നമ്മുടെ നാസോണിനും ബെൽഫോർട്ടിനും വിനീതിനും ഒക്കെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്ക് കളിക്കുമ്പോൾ എതിർ ടീം ATK അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ പ്ലേയേഴ്സിനെ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി വെച്ചിട്ട് ഡ്രിബിൾ ചെയ്യാനും കടക്കാനും സാധിക്കാവുന്ന സ്ട്രൈക്കേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ട്. അത് തന്നെയായിരിക്കണം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനും സാധ്യത. യെസ്, എന്തായാലും ഏത് തരത്തിലുള്ള ഫോർമേഷൻ എന്നതൊക്കെ സംബന്ധിച്ച് ആകാംക്ഷയോടെയാണ് നിലവിൽ കാത്തിരിക്കുന്നത്.